യേശുവേ, അങ്ങയുടെ തിരുവചനം ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ. പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അവനെ അവിടുന്ന് സകലത്തിൻ്റെയും അവകാശിയായി നിയമിക്കുകയും അവൻ മുഖേന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ചെയ്തു. അവൻ അവിടുത്തെ മഹത്വത്തിൻ്റെ തേജസ്സും സത്തയുടെ മുദ്രയുമാണ്. തൻ്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു. പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിച്ചതിനു ശേഷം അത്യുന്നതങ്ങളിലുള്ള മഹത്വത്തിൻ്റെ വലത്തുഭാഗത്ത് അവൻ ഉപവിഷ്ടനായി. അവൻ അവകാശമാക്കിയ നാമം ദൈവദൂതന്മാരുടേതിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നത് പോലെ അവനും അവരെക്കാൾ ശ്രേഷ്ഠനാണ്. പൂർവകാലങ്ങളിൽ ദൈവത്തിൻ്റെ നിയമങ്ങൾ, കൽപ്പനകൾ അനുസരിക്കുന്നതിൽ നമ്മുടെ പൂർവപിതാക്കന്മാർ വളരെയേറെ ജാഗരൂകരായിരുന്നു. എന്നാൽ കാലം അതിക്രമിച്ചതിനു ശേഷം ആധുനിക രീതിയിലുള്ള ജീവിതം നിലവിൽ വന്നതിനു ശേഷം പുതിയ തലമുറയിലെ മക്കൾ ദൈവകൽപ്പനകൾ അനുസരിക്കാനോ ദൈവത്തെ പിൻചൊല്ലാനോ ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് അത് മനസ്സിലാക്കിയ ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയക്കുകയും നമ്മെപ്പോലെ തന്നെ ഒരു മനുഷ്യനായി അവിടുന്ന് അവതരിക്കുകയും ചെയ്തു. എന്നാലോ ഈ തലമുറ എന്ന് പറയുമ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതാണെങ്കിൽ കൂടി ലോകത്തിൻ്റെ നാശം അടുത്തു വന്നുകൊണ്ടിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ ഈ ആധുനിക ഘട്ടത്തിലാണ് യേശുവിനെ അന്നുണ്ടായിരുന്ന മനുഷ്യർ നിഷ്കരുണം പീഡിപ്പിച്ച് കുരിശിൽ തറച്ച് വധിച്ചത്. ആ യേശുനാഥൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്ന് നമുക്കറിയാം. ആ യേശുവിനെ ദൈവമായി അംഗീകരിച്ചാൽ, ആ യേശുവിനെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ദൈവമായി സ്വീകരിച്ചാൽ അവിടുന്ന് തൻ്റെ ആത്മാവിനെ അയച്ച് നമ്മെ ശക്തിപ്പെടുത്തും. എൻ്റെ അനുഭവത്തിൽ നിന്നുമാണ് ഞാൻ പറയുന്നത്. എൻ്റെ സ്നേഹമുള്ള സഹോദരന്മാരെ, എന്നെ ശ്രവിക്കുന്ന നിങ്ങൾക്ക് ആ യേശുനാഥൻ്റെ ശക്തിയും അവിടുത്തെ സഹായവും ലഭിക്കട്ടെ. നിങ്ങൾക്ക് ഏവർക്കും സമാധാനം നിറയട്ടെ.